ഹായ് ഓൾ, ഹാപ്പി വിഷു. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 9ാം ക്ലാസ്, അതായത് 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ മുഴുവൻ റിസൾട്ടും വരാൻ വേണ്ടി പോകുന്നത് മെയ് മാസം 2ാം തീയതിയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലെ കുട്ടികൾ, 7ാം ക്ലാസ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് റെമഡിയൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഈ വീഡിയോ വേഗം ഷെയർ ചെയ്തു. കാരണം നിങ്ങളുടെ പാരൻസിനെ കൊണ്ട് കൺവിൻസ് ചെയ്യാൻ കൊണ്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 9ാം ക്ലാസ് വരെയുള്ള 9 വരെ ക്ലാസ്സുകളിലെ പരീക്ഷാ ഫലം മെയ് 2 പ്രഖ്യാപിക്കും. ഓക്കെ, മെയ് 2 നമുക്കറിയാം, എല്ലാ വർഷവും മെയ് 2 തന്നെയാണ്. അത് മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനി വല്ല ഞായറോ ശനിയൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എന്നാൽ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഈ തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത, റിസൾട്ട് മെയിന് മുന്നേ അറിയാം. ആർക്കറിയാം? ശ്രദ്ധിച്ചോ. അതായത് 30% മാർക്ക് വാങ്ങാത്തവർക്ക് 28 മുതൽ 30 വരെ പുനഃപരീക്ഷ. അതായത് 28 മുതൽ 30ാം തീയതി വരെ. അത് ഏത് 28, 30 എന്ന് ഞാൻ ഒന്ന് കൺഫേം ചെയ്യട്ടെ. യെസ്, ഈ മാസമാണ്. അതായത് ഈ മാസമാണ്. അതായത് അപ്പോൾ എന്തായാലും റിസൾട്ട് മെയ് മാസം ആവേണ്ട ആവശ്യമില്ലല്ലോ. മെയ് 2 മുന്നേ റിസൾട്ട് അറിയാം. എന്നാലേ അവർക്ക് റെമഡിയൽ ക്ലാസ് കൂടാൻ കഴിയും. ഇനി ബാക്കി ശ്രദ്ധിച്ചോ. ഇനി പൊതുവിദ്യാലയങ്ങളിലെ 9ാം ക്ലാസ് വരെ വാർഷിക പരീക്ഷാ ഫലം മെയ് 2 പ്രസിദ്ധീകരിക്കും. ഇതിന് മുന്നോടിയായി 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ, ശ്രദ്ധിച്ച മക്കളെ, 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷയിൽ 30% മാർക്ക് വാങ്ങാത്ത കുട്ടികൾക്ക് ഈ മാസം 28 മുതൽ 30 വരെ പുനഃപരീക്ഷ നടത്താൻ അക്കാദമിക് നിലവാര മേൽനോട്ട സമിതി, അല്ലാതെ പേരാ, യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇനി മിനിമം മാർക്ക് ഇല്ലാതെ പാസ്സാകാൻ കഴിയില്ല. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 8 മുതൽ 27 വരെ സ്പെഷ്യൽ ക്ലാസ് ഉൾപ്പെടെ പ്രത്യേക പഠന പിന്തുണ പരിപാടി സ്കൂളുകൾ നടത്തണം. സ്കൂൾ തലത്തിൽ തന്നെ ചോദ്യപേപ്പർ തയ്യാറാക്കിയാണ് പുനഃപരീക്ഷ നടത്തേണ്ടത്. ഈ കുട്ടികളും നിശ്ചിത നിലവാരം നേടിയെന്ന് ഉറപ്പാക്കിയ ശേഷം വാർഷിക പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം. പക്ഷേ പരീക്ഷയിൽ 30% മാർക്ക് നേടിയില്ലെങ്കിൽ അവരുടെ ക്ലാസ് സ്ഥാനക്കയറ്റം തടയില്ല. ഈ അവസാനത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവസാന പോയിന്റ് ശ്രദ്ധിച്ചോ നിങ്ങൾ? അതായത് കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഇത് 30% മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? പുനഃപരീക്ഷ കൊടുക്കണം. അവർക്ക് എല്ലാ സപ്പോർട്ട് നൽകണം. എന്നാലോ പക്ഷേ പുനഃപരീക്ഷയിൽ 30% മാർക്ക് നേടിയില്ലെങ്കിലും അവിടെ ക്ലാസ് സ്ഥാനക്കയറ്റം തടയില്ല. പണ്ട് മറ്റേ CID മൂസ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, തോക്ക് തരാം പക്ഷേ വെടിവെക്കരുത്. അതേപോലെയാണ് ഇപ്പോൾ പുനഃപരീക്ഷ നടത്തുന്നുണ്ട്, പക്ഷെ തോറ്റാലും കുഴപ്പമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവരുടെ സ്ഥാനക്കയറ്റം തടയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? പുനഃപരീക്ഷ എഴുതി നിങ്ങൾ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങളെ അടുത്ത ക്ലാസ്സിലേക്ക് എത്തിക്കുന്ന പറയുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. എന്തായാലും മെയ് 2 റിസൾട്ട് വരും. തോറ്റ കുട്ടികൾ, അതായത് 30% മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യും? നേരത്തെയും അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ടെൻഷൻ ഒഴിവാക്കിയോ, നിങ്ങൾ തോറ്റു അതേ ക്ലാസ് തന്നെ ഇരിക്കില്ല എന്തൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകം. ഇനി വല്ല അക്ഷരപ്പിഴവാണോ വല്ല എഡിറ്റാണോ എന്നറിയില്ല, അപ്ഡേറ്റ് വന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ. SLCൻ്റെ റിസൾട്ട് എന്തായാലും വെയിറ്റും. അപ്പോൾ നിങ്ങളെല്ലാ കുട്ടികളും, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ, നിഹാൽ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എഡ്യൂക്കേറ്റ് റിലേറ്റഡ് ഒരുപാട് കണ്ടന്റുകൾ വരാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ അടുത്ത അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ചാനൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. നിഹാൽ സാർ, നിങ്ങളെ അവസാന വീഡിയോന് താഴെ നിങ്ങളെ കമൻറ്റ് കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ സങ്കടങ്ങൾ മാറിയിട്ടില്ല. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഇറങ്ങുന്ന ലാസ്റ്റ് വീഡിയോന് താഴെ നിങ്ങളുടെ റെസ്പോൺസ്, ശരിക്കും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓരോ തിരക്കായി പോയിട്ടാണ്. അപ്പം മക്കളെ, എന്നെ എന്താ പറയുക, അത്രത്തോളം സ്നേഹിക്കുന്ന എല്ലാവരോടും, നിങ്ങൾ ആ ഒരു കെയറിങ് സ്നേഹം ഉണ്ടല്ലോ, ഒക്കെ നിങ്ങളോടും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും കൂടി ഹാപ്പി വിഷു.